സ്തോത്രം. എന്റെ ദൈവം മഹത്വത്തിൽ ആദരവാനായി ജീവിക്കുമ്പോ സാധു ഞാനീ ശോണി തന്നെ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല നിന്റെ വെള്ളം ചൊല്ലുന്നു. വൈഷമ്യങ്ങളിലേതു കുന്നും കരകേറി നടക്കൊള്ളുവാൻ രക്ഷകനൻ കാലുകൾക്കു വേഗമായി തീർന്നൻ പാതയാ മാനിപ്പോ ഓടിയിടും ആരുമേക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നോവെന്നോ മാനസത്തിലാകി കൊണ്ടു സാധു അന്ധനായി തീർന്നിടല്ലേ ജീവനേ. സ്തോത്രം. വിശുദ്ധ വേദഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് കൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രിയരെ, ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ എന്നുള്ളത് നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാമും യേശുവിനോട് കൂടെ വെളിപ്പെടും എന്നുള്ള പ്രത്യാശയാണ്. അപ്രകാരം യേശുവിനോട് കൂടെ നാം തേജസ്സിൽ വെളിപ്പെടണം എങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ച് ദൈവവചനത്തിലൂടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാം. ഹല്ലേലൂയ. ആമേൻ. പാപിയായൊരു മനുഷ്യന് ദൈവത്തോട് കൂടെ തേജസ്സിൽ വെളിപ്പെടുവാനായി കഴിയുകയില്ല. എന്നാൽ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന വചനം പോലെ യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആ വ്യക്തി നിത്യ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായി കഴിയുന്നു. അപ്രകാരം യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിൽ പഠിപ്പിക്കുന്നത് പോലെ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ യേശു നിക്കോദമോസ് എന്ന പള്ളി പ്രമാണിയോട് പറയുന്നത്, ആമേൻ ആമേൻ, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ഒരു വ്യക്തി, പാപങ്ങൾ യേശുവിന്റെ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ഒരു വ്യക്തി ആ സമയം മരിക്കുകയാണ് എങ്കിൽ ഹല്ലേലൂയ, ദൈവരാജ്യം കാണാനായിട്ട് കഴിയും. എന്നാൽ വീണ്ടും ഭൂമിയിൽ ജീവിക്കാൻ ദൈവം അവസരം നൽകിയാൽ അടുത്തതായ ദൈവത്തിന്റെ കൽപ്പനകളും വചനങ്ങളും അനുസരിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയുകയുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ തിരുവചനം പഠിക്കുമ്പോൾ യേശു നിക്കോദമോസിനോട് വീണ്ടും പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചിരിക്കണം. പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി അംഗീകരിച്ച ഒരു വ്യക്തിയാണ് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം കേൾക്കേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാതെ ഏതെങ്കിലും ഒരു കാര്യ സാധ്യത്തിന് വേണ്ടി, കല്യാണം നടക്കുന്നതിന് വേണ്ടിയോ രോഗസൗഖ്യം കിട്ടുന്നതിനോ കടഭാരം നീങ്ങുന്നതിന് വേണ്ടിയോ സ്നാനപ്പെടുന്നതായ വ്യക്തിക്ക് ഈ പറയുന്ന
ക്രിസ്തുവിനോട് കൂടെ തേജസ് വെളിപ്പെടുവാൻ കഴിയില്ല. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യമായ മാനസാന്തര അനുഭവം. പാപം യേശുവിനോട് ഏറ്റുപറഞ്ഞ ഒരു വ്യക്തി അടുത്തതായി രക്ഷയുടെ അനുഭവം പ്രാപിക്കണം. എന്റെ പാപത്തിന് വേണ്ടിയാണ് യേശു കാൽവരി ക്രൂശിയാഗമായത് എന്നും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ ആ വ്യക്തി രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. അങ്ങനെ യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തി വേണം അടുത്ത രണ്ടാം ഘട്ടമായ സ്നാനം ഏൽക്കേണ്ടതുണ്ട്. സ്നാനം ഏൽക്കുന്നത് ഒരു സഭയെ രജിസ്റ്ററിൽ പേര് ചേർക്കുന്നതിനല്ല, മറിച്ച് ഹല്ലേലൂയ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി സ്നാനമേറ്റ് ഹല്ലേലൂയ യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം സാക്ഷിക്കുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ഈ സമയം സ്വർഗം തുറക്കുകയും പരിശുദ്ധാത്മാവാകുന്ന ദൈവം പ്രാവുന്ന പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. ഇതുപോലെ നാം ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തലപ്രവൃത്തികൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ 120 പേർ യേശുവിന്റെ ശിഷ്യന്മാരും യേശുവിൽ വിശ്വസിക്കുന്നതായ യേശുവിന്റെ അമ്മയായ മറിയം ഉൾപ്പെടെ 120 പേർ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ പല വിധത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനങ്ങൾ പ്രാപിച്ചതായിട്ട് കാണുവാനായി വിശുദ്ധ വേദപുസ്തകത്തിൽ കഴിയുന്നു. കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുമ്പോൾ ഹല്ലേലൂയ അവർ എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അവർ സ്നാനമേറ്റു എന്ന് കാണുന്നുണ്ട്. അപ്പൊ പല വിധത്തിലും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹിതം പോലെ ഓരോ വ്യക്തികളിലും പകർന്നു നൽകുന്നു. ഹല്ലേലൂയ. ആയതിനാൽ അങ്ങനെ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ രക്ഷകനായി സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സ്നാനമേറ്റ് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ ജീവ പുസ്തകത്തിൽ അവരുടെ പേര് എഴുതുവാൻ ഹല്ലേലൂയ കഴിയുന്നു. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിലാണ് ജീവ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ജീവ പുസ്തകത്തിൽ പേര് കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ഒന്നാമത്തെ മരണം മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ച് നാം കൊണ്ടു നടക്കുന്ന ഈ ശരീര ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് ആത്മാവ് തന്ന ദൈവത്തിലേക്ക് മടങ്ങി പോകുന്നത് ഒന്നാമത്തെ മരണം സംഭവിക്കുന്നു. ഹല്ലേലൂയ. ആയതിനാൽ നാളുകളിൽ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെടുക. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിച്ച് വിശുദ്ധിയോടെ നിലനിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കർത്താവിന്റെ വരവിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാനായി കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും നീതിമാനായിരുന്ന് ദൈവം ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഹല്ലേലൂയ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് യാക്കോബ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. ആയതിനാൽ നാളുകളിൽ ഇത്ര വേഗത്തിൽ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപം ക്ഷമിക്കണമേ, യേശുവിന്റെ രക്തത്താലും വചനത്താലും എന്നെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടിച്ചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, താമര പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കും എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, പാപിയാണെന്ന് സമ്മതിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ, ജന്മനാ പാപികളായി ജനിക്കുന്നു, കർമ്മം കൊണ്ട് പാപികളായി തീരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഏത് വിധത്തിലും പിശാചിനാൽ നിയന്ത്രിച്ച് നടത്തപ്പെടുന്ന വ്യക്തികളായി പാപ സ്വഭാവത്തിനടിമകളായി മനുഷ്യർ ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നു. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ?
എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ ആ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ബുദ്ധിമാനായി തീരുവാൻ നാം എല്ലാവരും ആയിത്തീരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വ്യക്തി നിത്യജീവനായ യേശു കർത്താവിനെ രക്ഷകനായ ഹൃദയത്തിൽ സ്വീകരിക്കും. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ അഗസ്റ്റിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു എന്ന രക്ഷകന്റെ നാമം മാത്രമേ ഉള്ളൂ. ആയതിനാൽ നാളുകളിൽ പ്രിയ സ്നേഹിത, യേശുവിനോട് പാപങ്ങളെ പറഞ്ഞപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് രക്ഷയുടെ അനുഭവം പ്രാപിച്ച് യേശുവിന്റെ പ്രിയ മക്കളായി ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയെ നോക്കി സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആയുസ്സിലെ ഒരു ദിനം കൂടി നീട്ടിത്തന്ന കൃപയ്ക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നയോളം അടിയങ്ങളെ നിർത്തിയ ദൈവത്തിന്റെ മഹാകരുണയ്ക്കായ സ്തോത്രം. തന്നതായ സൗഖ്യത്തിനായി, വിടുതലിനായി, സമാധാനത്തിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളെ പോലെ ജീവിക്കാമെന്ന് ആഗ്രഹിച്ച എത്രയോ പേർ കഴിഞ്ഞ രാത്രികാലം ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അവരെക്കാൾ ഒട്ടും നല്ലവരല്ല എങ്കിലും ഞങ്ങൾക്ക് ഒരു ദിനം കൂടി നീട്ടി തന്നത് മാനസാന്തരപ്പെടുവാനാണ് എന്നറിഞ്ഞ് മനം തിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവരായി തീരുവാൻ ഞങ്ങളെല്ലാം അങ്ങ് സഹായിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. സകലരും നിന്റെ ജീവനിൽ കണ്ട് സന്തോഷിപ്പാൻ അങ്ങ് സഹായിക്കണമേ. തുടർന്നും ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ അങ്ങ് സഹായിക്കണം. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന വിവിധ വിഷയങ്ങളാൽ ഭാരത്തോടെ ആയിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് സൗഖ്യവും വിടുതലും സമാധാനവും നൽകി സകലരെയും നിത്യജീവന് വേണ്ടി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കും, മാനിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹത്താൽ അങ്ങ് നിറയ്ക്കണം. യേശു കർത്താവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ നല്ല പിതാവേ, ആമേൻ. God bless you all. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിലും നിറയുമാറാകട്ടെ. ആമേൻ.